angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to a chit chat life update kind of video. ചിറ്റാനെ കളഞ്ഞിക്കൊണ്ട് ലൈഫ് അപ്ഡേറ്റ് കൈൻഡ് ഓഫ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലത്. ഞാനൊരു നമ്മുടെ ചാനലിൽ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടിട്ട് എനിക്കൊന്നൊരു 1.5 ആഴ്ച ആയിട്ടുണ്ടാവും. വീഡിയോ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അതിന് മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിന്റെ മുന്നത്തെ ബുധനാഴ്ചയാണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി എന്താ സ്റ്റോറീസിലൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കമന്റ് ടാബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 1.5 ആഴ്ചയായിട്ട് ഐ വാസ് മിസ്സിങ് ഓൺ സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് പയ്യെ പറയാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 days ICUലായിരുന്നു. ഒരു പ്ലസ് അതായത് ഒരു 5 days ടോട്ടൽ 5 days ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൊണ്ടും ആൻഡ് ഓൾസോ പ്ലസ് ഒരു 1 week എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഒട്ടും തന്നെ ഞാൻ അപ്ഡേറ്റ് ഒന്നിനും ഞാൻ വരാത്തത്. ബിക്കോസ് എനിക്ക് ബേസിക്കലി വയ്യായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ICUലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് അലമ്പ് കേസായിരുന്നു. സത്യം പറഞ്ഞത് കുറച്ച് സിവിയർ സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സിവിയർ ഫുഡ് പോയിസണിങ്ങും കോളറയും കൂടി വന്നിട്ട് അറൌണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കിഡ്നി ഡാമേജിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുധനാഴ്ച വീഡിയോ ഇട്ടു. ബുധനാഴ്ച ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാനും കിരണും വാവയും കൂടിയിട്ട്. നമ്മളോട് യൂഷ്വലി നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്താണ് പോയത്. A2Bയിലാണ്, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. യൂഷ്വലി നമ്മൾ എപ്പോഴും പോയാൽ അവിടെ നിന്ന് നമ്മൾ ദോശയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് എന്താ മഷ്റൂം നൂഡിൽസ് കഴിക്കാൻ ഒരു ആഗ്രഹം. എന്നാൽ മഷ്റൂം ഞാൻ പുറത്തുനിന്ന് കഴിക്കാറുള്ളതാണ്. മഷ്റൂം നൂഡിൽസ് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ലൂസ് മോഷൻ അങ്ങോട്ട് തുടങ്ങി. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തില്ല എന്താ കാര്യം. ബിക്കോസ് എനിക്കിത് ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പോയിസണിങ് വരാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർക്ക് അടിപൊളിയായിട്ട് അറിയാം. ബിക്കോസ് എന്റെ വയറ് അതായത് ഈ പ്രാവശ്യം പോയപ്പോഴാണ് നമ്മൾ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത്. എന്റെ വയറ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വയറാണ്. അതിനെനിക്കിപ്പോ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധം വേണ്ട. ചിലപ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡൊന്നും എനിക്ക് മാത്രം ഫുഡ് പോയിസണിങ് വരാറുണ്ട്, അല്ലെങ്കിൽ വയറ് കംപ്ലൈന്റ് ആവാറുണ്ട്, ലൂസ് ടൂൾസ് മാതിരി വരാറുണ്ട്, വോമിറ്റിംഗ് വരാറുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണേനേക്കാളും എല്ലാവരും കഴിച്ചാലും അത് എനിക്ക് മാത്രമാണ് വരാറ്. വീട്ടിൽ നിന്ന് കഴിച്ചാലും അതെനിക്ക് മാത്രമാണ് വരാറ്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എനിക്കൊരു 2 മാസത്തിൽ ഒരിക്കലും എങ്ങനെ തന്നെ ഫുഡ് പോയിസണിങ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മരുന്നും പിന്നെ നമ്മളുടെ നോർമൽ മരുന്നുണ്ടല്ലോ, നമ്മുടെ ലൂസ് മോഷൻ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ, അതൊക്കെ കഴിച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് പോകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഭയങ്കര വെള്ളമായിരുന്നു പോകുന്നത്, ലൂസ് മോഷൻ ആയിട്ടല്ല, ഇറ്റ് വാസ് ലൈക്ക് വാട്ടർ ആയിരുന്നു പോണത്. രാവിലെ തുടങ്ങിയതാണ്. എന്നാൽ എനിക്ക് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പിയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ്ലി രാവിലെ 2 തവണ പോയി. പിന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കും തിരക്കും പോകണമെങ്കിലും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല, ബിക്കോസ് ഇത് വരാറുള്ളത് കൊണ്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അതുവരെ വൈകുന്നേരം വരെ എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ മുതൽ എനിക്കൊരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പക്ഷേ പറഞ്ഞാൽ നമുക്ക് ഫുഡ് പോയിസണിങ് വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ അതാന്ന് ചോദിച്ചാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കഴിക്കാണ്ടിരിക്കുന്നില്ല. ORS, ഇലക്ട്രോള്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതിന്റെ കൂടെ കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു അറുതി വന്നില്ല. പക്ഷെ രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം ഛർദിൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് എന്റെ പൊന്നെ, ഛർദിച്ചറിയാലോ, ലൂസ് ടൂൾസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഛർദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് കാര്യം പോകും. അപ്പൊ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് ഒരു പ്രാവശ്യം ഛർദിച്ചു. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സിറ്റുവേഷൻ അലമ്പായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഫുൾ ഡ്രോപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് ഒരു ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഡ്രിപ്പ് ഇടാം അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് എടുക്കാം എന്ന് വിചാരിച്ചു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ജസ്റ്റ് എൻട്രൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അത് നമുക്ക് ദൂരമൊന്നും പോകാനൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഞാനും കിരണും കൂടി സ്കൂട്ടറിൽ ഇറങ്ങി. എക്സിറ്റ് കഴിഞ്ഞതും എനിക്ക് വോമിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. വോമിറ്റ് ചെയ്തു. അങ്ങനെ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയി മരുന്നിട്ടു, ഡ്രിപ്പ് ഇട്ടു. അപ്പൊ പറഞ്ഞു ഫുഡ് പോയിസണിങ് ആയതായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ട്രിപ്പ് ഇട്ടു. അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും ഛർദ്ദിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഞാനൊരു ഹാഫ് ആൻ അവറിൽ ഒരു 3 പ്രാവശ്യം ഛർദ്ദിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കണക്കിന്, അതായത് എനിക്ക് 3 പ്രാവശ്യം കണ്ടിന്യൂസ്ലി വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ തളർന്ന് എന്റെ കണ്ണൊക്കെ എന്നെ മറിഞ്ഞു പോണ പോലെ എനിക്ക് തോന്നി. ഞാൻ എന്നെ എല്ലാവരും കൂടി താങ്ങി പിടിച്ചിട്ടാണ് താഴത്തുനിന്ന് ബേസ്മെന്റിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നത്. എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റണില്ല, ശക്തിയും ഇല്ല, കണ്ണിങ്ങനെ ഇരുട്ട് കാരണമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. വന്ന് വീട്ടിൽ കയറിയതും വീണ്ടും വോമിറ്റ് ചെയ്തു.
അതും വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ വോമിറ്റിംഗ് സൈമൾട്ടേനിയസ്ലി ലൂസ് ടൂൾസ് ആണ് കേട്ടോ, ഒരുമിച്ചാണ് ഇതൊക്കെ കൂടി പോണത്. അത് തന്നെ നമുക്ക് അപ്പൊ ഒട്ടും വയ്യാണ്ടാവും. പിന്നെ വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം കൂടി വീണ്ടും വോമിറ്റ് ചെയ്തു, ഡ്രസ്സ് മാറുന്നു വീണ്ടും വോമിറ്റ് ചെയ്യുന്നു. അപ്പൊ വോമിറ്റ് ചെയ്ത് 5ാമത്തെ പ്രാവശ്യം വോമിറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തോ സിറ്റുവേഷനിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡോക്ടർ പോരാ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അമ്മയും ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകാല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേഗം തന്നെ പോകണം, ബിക്കോസ് എനിക്ക് ഇത് പേടിയാണുണ്ട്. ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഇത്രയും നാളും ഒരു പ്രാവശ്യം പോലും ഫുഡ് പോയിസണിങ് വന്നിട്ട് ഒരു ലൈഫ് ത്രെട്ടനിങ് പോലെയോ അല്ലെങ്കിൽ ഒരു പേടി പോലെ അല്ലെങ്കിൽ കണ്ണ് മറയണ പോലെ ഒന്നും ദൈവം സഹിച്ച് എനിക്ക് ഇതൊട്ടും ആയിട്ടില്ല. കുറച്ച് പ്രാവശ്യം പോകും, പിറ്റേ ദിവസം ഞാൻ ഓക്കെ ആവും, അങ്ങനെയാണ്. പക്ഷെ ഇത് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം സമയം പോകുന്തോറും ഞാൻ വേഴ്സനായിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ എന്റെ കാല് കൊച്ചി പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര ബാഡ് സിഗ്നലാണ് കേട്ടോ. നമുക്ക് എത്ര അത് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്, ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മൾ അങ്ങാറ്റം ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോഴാണ് നമ്മൾ കാലൊക്കെ കൊച്ചി പിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 11 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തന്നെ ഞാനും കിരണും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാ അമ്മയും കിരണും കൂടിയൊക്കെ പിടിച്ചിട്ടാണ് ബേസ്മെന്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. ബേസ്മെന്റിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷം കാർ എടുത്തിട്ട് വന്നിട്ടാണ് എങ്ങനെയോ കയറ്റി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ്മെന്റിൽ നിന്ന് വണ്ടി കയറിയത് ഓർമ്മയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേഗം ഓർമ്മയുള്ളൂ. പക്ഷെ ഞാൻ ഓർമ്മ പോയി എന്താ പറയാ, ഓർമ്മ നശിച്ചു പോയിട്ടൊന്നുമില്ല. ഐ മീൻ ഞാൻ തലകറങ്ങി പോയി വീണൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തണ വരെയുള്ള കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയോ എത്തിയത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് എങ്ങനെയാണ് കാറിനകത്ത് ഇരുന്നൊന്നും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 11 മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അവരാദ്യം എമർജൻസിയിലാണല്ലോ നമ്മളെ കൊണ്ടുപോണേ. എമർജൻസിയിൽ പോയിട്ട് അവർ കാര്യം ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മഷ്റൂം നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അപ്പൊ അവര് പറഞ്ഞു മഷ്റൂം ഭയങ്കരമായിട്ടും ഫുഡ് പോയിസണിങ് വരാൻ വേണ്ടി ചാൻസ് ഉള്ള സാധനമാണ്. പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്, നമ്മൾ വീട്ടിൽ വാങ്ങാറുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യവും ഒരുപോലെ ഇരിക്കണം നിർബന്ധമില്ലല്ലോ. അപ്പൊ അതാണ് മെയിൻ ഉണ്ടാവുക. അതായത് അവർ ഫുൾ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടല്ലേ അവർ പറയുള്ളൂ. സോ വേഗം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഡ്രിപ്പിന് വേണ്ടി ഈ സാധനം കുത്തി ക്യാനുലിട്ടു, ബ്ലഡ് സാമ്പിൾസിന് വേണ്ടി കൊണ്ടുപോയി. പക്ഷെ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് എന്റെ കാലിങ്ങനെ കോച്ചി പിടിച്ചിട്ട് ഞങ്ങൾ കരച്ചിലും വിളിയായിരുന്നു. അപ്പാർട്ട് ഫ്രം ഈ ടയേർഡ്നെസ് എനിക്ക് കൊളുത്തിപ്പിടിക്കൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞത് സിവിയർ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഞാൻ അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സിവിയർ ആയിട്ട് വരുമ്പോ വയറ് കൊളുത്തി പിടിക്കാൻ തുടങ്ങും. എനിക്ക് വയറ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. വയറ് ഭയങ്കര വേദനയും കാല് കൊളുത്തി പിടിക്കലും കാരണം പിന്നെ എനിക്ക് ഒരു ടാബ്ലറ്റ് തരേണ്ടി വന്നു എക്സ്ട്രാ. അപ്പൊ അവര് പറഞ്ഞു പെട്ടെന്ന് തന്നെ ICUയിൽ പോകണം. പക്ഷെ അപ്പൊ തന്നെ ഇവർക്ക് ബ്ലഡ് സാമ്പിൾസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് നമ്മൾ ICUയിൽ കൊണ്ടുപോകണം, അത്രയും പെട്ടെന്ന് ICUയിലോട്ട് കൊണ്ടുപോകണം. വെച്ചാല് ഞാൻ വന്നേക്കുന്നത് സിവിയർ ഫുഡ് പോയ്സണിങ് ആൻഡ് ഓൾസോ സിവിയർ ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. സിവിയർ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് എന്റെ ഇന്റസ്റ്റൈൻസിലെ വെയിനൊക്കെ വലിഞ്ഞു മുറുകിയിട്ടാണ് എനിക്ക് വയറുവേദന എടുക്കുന്നത്, പിന്നെ ഈ കോച്ചി പിടിക്കുന്നതും. അതിന്റെ കൂടെ എന്റെ വയറിലുള്ള ആസിഡിക് ലെവൽ ഭയങ്കര കൂടി, ക്രിയാറ്റിന്റെ ലെവൽ ഭയങ്കര കൂടി. അപ്പൊ ക്രിയാറ്റിന്റെ ലെവൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിഡ്നി ഡാമേജ് ആയി പോകും. പിന്നെ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയാലിസിസ് എടുക്കേണ്ടി വരും. അപ്പൊ അവര് എമർജൻസിയിൽ അപ്പൊ തന്നെ എന്നെ ICUയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ICUയിലേക്ക് കൊണ്ടുപോയി അവർ ട്രിപ്സ് പിന്നെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാം ഡൗൺ ആയ മാതിരി തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ അവര് നമ്മുടെ സ്റ്റൂൾസിന്റെയും യൂറിന്റെ ഒക്കെ സാമ്പിള് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു യൂറിൻ പോകണുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററലി വെറുതെ ക്ലിയർ വെള്ളമായിട്ടാണ് നമ്മളുടെ മോഷൻ തന്നെ പോണത്. അപ്പൊ എനിക്ക് അതിന്റെ കൂടെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് യൂറിൻ പോകണമെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ നഴ്സുമാരൊക്കെ കൂടി എനിക്ക് ഒരു 1 hour അവര് ട്രൈ ചെയ്ത് യൂറിൻ എന്താ പറയാ ബാഗ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ യൂഷ്വലി അണ്ടർ 1 minute യൂറിൻ ട്യൂബ് ഇടുന്നതാണ് പേഷ്യൻസ്. ബിക്കോസ് 2 ഡെലിവറിക്ക് ഞാൻ പോയപ്പോഴത്തേക്കും അണ്ടർ 1 minute നമ്മൾ ആ ഒരു ടൈം നമ്മളത് റിയലൈസ് ചെയ്യണേ മുന്നേ അവർ യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ പോയ ഹോസ്പിറ്റലിൽ they took more than 1 hour. They tried for more than 1 hour. എന്നിട്ട് അവർക്ക് പറ്റിയില്ല. എനിക്ക് അറിയാൻ പാടില്ല എന്താ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ അടുത്ത് അവർ ചോദിക്കുക ഡു യു ഹാവ് ബേബി, ഡു യു ഹാവ് എനി പ്രോബ്ലം, അങ്ങനെയൊക്കെയാണ് എന്റെ ചോദിക്കുന്നത്. എനിക്ക് അവിടെ മീൻസ് നമ്മൾ വജാനിൽ ആണല്ലോ ഇടുന്നത്, വജാനല്ല നമ്മുടെ അവിടുത്തെ വൺ ഓഫ് ദി ഹോളിലാണല്ലോ യൂറിനറി ഇതിടുന്നത്, ട്യൂബ് ഇടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്നൊക്കെ ചോദിക്കണം. ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് 2 പിള്ളേരെ ഡെലിവറി ചെയ്ത സമയത്ത് 2 പ്രാവശ്യം അണ്ടർ 1 minute ആണ് അവർ ഇടുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കണമെന്ന് ഞാൻ ചോദിച്ചു. വെച്ചാൽ
നമ്മൾ ഓൾറെഡി നമ്മൾ എക്സോസ്റ്റഡ് ആയിരുന്നു, വയ്യായിരുന്നു, നമുക്ക് ആകെ ആരുമില്ല. അപ്പൊ ICU-ലൊക്കെ എത്തി കഴിയുമ്പോൾ നമുക്ക് കിരണ പോലും കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളായിട്ട് ടോർച്ചർ ചെയ്യണ മാതിരി തോന്നിയത്. ഞാൻ വെറുതെ എക്സാജറേറ്റഡ് അല്ല, അറൌണ്ട് 1 hour ആണ് എടുത്തത്. 1 hour അവർ ട്രൈ ചെയ്തു യൂറിൻ ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർക്ക് ഇടാൻ പറ്റില്ല. പിന്നെ അവർ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പറ്റുന്നില്ല, എത്ര പ്രാവശ്യം ഇവരെ ട്രൈ ചെയ്യണത്. അപ്പൊ ഞാൻ ഇറ്റ്സ് ഓക്കെ, ഞാൻ തന്നെ യൂറിൻ ഒഴിച്ചോളാം, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇല്ല മാം, നിങ്ങൾക്കത് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എണീറ്റ് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ ഈ ഒരു ബുദ്ധിമുട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ വേണമെന്ന് നിർത്താവോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവർ യൂറിൻ ട്യൂബ് ഇട്ടില്ല. എന്നിട്ട് അവരെനിക്ക് യൂറിൻ സാമ്പിളും സ്റ്റൂൾ സാമ്പിളും നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുക്കണമല്ലോ, ഞാൻ കൊടുത്തു, ഒരു കണക്കിന് കൊടുത്തു. യൂറിൻ നമുക്ക് പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടന്റ് മോഷനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി എനിക്ക് യൂറിൻ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് ഞാൻ സ്റ്റൂളിൽ കൊടുത്തു. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ഡോസ് ഓഫ് ആയിപ്പോ അതിന്റെ ഇടയിൽ വന്നിട്ട് ഒരു ഡോക്ടർ, ICU-ലൊരു ഡോക്ടർ വന്നിട്ട്, എനിക്കറിയില്ല, നമ്മളുടെ ഇവിടുന്ന് നമ്മുടെ പൊട്ടാഷ്യം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇവിടുത്തെ ഈ ആർട്ടറി വെയിനിൽ നിന്നാണ് നമുക്ക് ബ്ലഡ് എടുക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കറക്റ്റ് കൗണ്ട് കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. ആർട്ടറി വെയിനിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ എടുക്കാം, പക്ഷെ ആർട്ടറി വെയിൻ ആണ് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നല്ലത്, ഈ പൊട്ടാഷ്യത്തിന്റെ കാലം നല്ലത്. അപ്പൊ അവർക്ക് ആർട്ടറി വെയിനിൽ നിന്ന് എടുക്കണം. അതിന് എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ചാല്, യൂഷ്വലി നമ്മള് ക്യാനുൽ ഇടുക, സിറിഞ്ച് കുത്തുക, ഇഞ്ചക്ഷൻ വെക്കുക, അവക എല്ലാ പരിപാടികളും ചെയ്യാറുള്ളത് നഴ്സുമാരാണ്. എനിക്ക് എന്തിനാണ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഹോസ്പിറ്റലിൽ അന്ന് ICU ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ എന്തിനാണ് എന്റെ കയ്യിൽ ഇങ്ങനെ അവര് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്ത് പഠിച്ചതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല സംശയമുണ്ട്. ബിക്കോസ് 2 റിസ്റ്റിലും കൂടി 10-12 തവണ അവരെന്നെ കുത്തി, എന്നിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര ക്ലൂലെസ് ആണ് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ. എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഈ ഡോക്ടർ വന്നിട്ട് കുറെ പ്രാവശ്യം ഒരു കൈ കുത്തി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നമുക്ക് ആർട്ടറി വെയിനിൽ കുത്തുമ്പോൾ ഭയങ്കര പെയിൻ ആണ് കേട്ടോ. നമ്മൾ ജീവൻ പോകും. നമ്മുടെ ഒന്നാമത് നമ്മൾ ഹൈലി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഹൈലി ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വെയിനിൽ നിന്ന് വെയിനിലേക്ക് കുത്തിയിട്ട് ബ്ലഡ് എടുക്കാൻ ഭയങ്കര പാടാണ്. ആ സമയത്ത് ഡോക്ടർ വാസ് ലിറ്ററലി ടോർച്ചറിങ് മീ. ഞാൻ പോയത് ആസ്റ്റർ ഹോസ്പിറ്റൽ വൈറ്റ്ഫീൽഡ് ആണ്. ICU ലണ്ടൻ ഡ്യൂട്ടി ഡോക്ടർ. ഞാൻ പേരൊന്നും ചോദിച്ചില്ല, ബിക്കോസ് ഞാൻ പേര് വയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നില്ല. ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡൗൺ. ഈ ഡോക്ടർ വന്നിട്ട് 2 റിസ്റ്റിലും ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. 2-3 പ്രാവശ്യം കുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ ഐശ്വര്യ, ഐ ഗിവ് യു എന്താ പറയാ ജനറൽ ലോക്കൽ അനസ്തേഷ്യ തരാന്നുണ്ട്. ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടുണ്ടെങ്കിലും ലോക്കൽ അനസ്തേഷ്യയും നമുക്ക് ഭയങ്കര വേദന എടുക്കും. ചെറുത് തന്നെയാണല്ലോ കുത്തുന്നത്. അങ്ങനെ 2 റിസ്റ്റിലും കൂടി എന്റെ ഓർമ്മ ശരിയാണെങ്കിലല്ല, എനിക്ക് ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 12-15 ടൈംസ് എങ്കിലും മിനിമം ഇൻക്ലൂഡിങ് ടോട്ടൽ ലോക്കൽ അനസ്തേഷ്യ 2 റിസ്റ്റിലായിട്ട് കുത്തി അവസാനം ഞാൻ ഡോക്ടർക്ക് ബഹളം ഉണ്ടാക്കി. അവര് കുത്തുന്നോ കിട്ടുന്നില്ല. ഞാൻ വാട്ട് ഇസ് ദിസ്? ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് വൺ മോർ ടൈം. ഞാൻ പറഞ്ഞ 1 more time എന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ഞാനൊരു സ്പെസിമെൻ ഒന്നും അല്ല അവിടെ വന്നേക്കുന്നത്. നമ്മള് ഓൾറെഡി ഭയങ്കര സുഖമില്ലാണ്ടാണ് വന്നേക്കണത്. അതിന്റെ ഇടയിൽ കൂടിയിട്ട് അവര് നമ്മൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണെന്നാണ് എനിക്ക് തോന്നിയത്. 2 കയ്യിലും കൂടി ഒരു 15 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, ദിസ് ഇസ് ലൈക്ക് ടു മച്ച് എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം വന്നു. വെച്ചാൽ നമ്മള് ഫുള്ളി ഡൗൺ ആയിട്ടിരിക്കണം. അതിന്റെ ഇടയിൽ കൂടി അവർക്ക് നമ്മളെ വീണ്ടും ടോർച്ചർ ചെയ്യാം. മേ ബി മൈ ഡേ ഈസ് നോട്ട് ഗുഡ് ആൻഡ് ഓൾസോ യുവർ ഡേ ഈസ് നോട്ട് ഗുഡ്. സോ ദാറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു സേ. ഒരു ഡോക്ടർ എന്ന് പറയാൻ പാടില്ല. നമ്മളുടെ ഡേ മോശമായതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോണത്. പക്ഷെ അവർ നമ്മളുടെ ഡേ വേഴ്സൺ ആക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഐ കനോട്ട് ടോളറേറ്റ് എനിമോർ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം കയറി. അവിടെ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഐ ട്രൈ ഓൺ യു ലെഗ് എന്ന്. ഞാൻ തൊട്ട് പോരെന്ന് പറഞ്ഞു എന്റെ കാലിൽ. ഞാൻ പറ്റില്ല, ഞാൻ കാലിൽ തൊടിയിക്കില്ല. ഈ കയ്യിലൊക്കെ ഇത്രയും മനുഷ്യനെ കുത്തിക്കൊന്നത് പോരാണ്ട് ഇനി കാലിൽ കൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ നോ വേ, പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ആ ഡോക്ടറുമായിട്ട് അടിയായി. ഞാൻ പറ്റത്തില്ല. എടാ നമുക്ക് അവര് എന്നിട്ട് ഈ ഡോക്ടറും കുറച്ച് നഴ്സുമാരും കൂടി വന്നിട്ട് എന്നാണ് യൂറിനറി ട്യൂബ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്തത്. അതും അവർക്ക് പറ്റുന്നില്ല, ഇതും അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ടൈമിൽ ചോർത്തത് ദൈവമേ ഞാൻ എവിടെയാണ് വന്ന് പെട്ടേക്കുന്നത്, എന്റെ ജീവിതം എന്താകും, എന്റെ പിള്ളേർ എന്ത് ചെയ്യും, എന്റെ അമ്മ എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിച്ചത്. വെച്ചാല് ഒരു ബേസിക് സാധനങ്ങളാണ്, ക്യാനൽ ഇടുക, സൂചി കുത്തുക, അല്ലെങ്കിൽ യൂറിനറി ട്യൂബ് ഇടുക. അതൊന്നും ഇവർക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും സീരിയസ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ലൈഫിന്റെ സിറ്റുവേഷൻ എന്താണെന്നാണ് സത്യം പറയാൻ ഞാൻ ഓർത്തത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി കുത്താൻ പറ്റില്ല, കാലിലും പറ്റില്ല, കയ്യിലും പറ്റില്ല, ഒന്നിനും പറ്റില്ല, നിർത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവസാനം അവർ നിർത്തിയിട്ട് പോയി.
പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. ഭയങ്കര കൈവേദനയായിരുന്നു. എന്റെ കൈയിന്റെ റിസ്റ്റിന്റെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇപ്പോഴും എന്റെ കയ്യിലവിടെ കരിനീരിച്ച് കിടക്കണ പാടുണ്ട്. അത്ര തവണ കുത്തിയിട്ടുണ്ട്. എന്റെ ഇവിടെ നിന്നും എനിക്കിപ്പോഴും വെയിനിന്റെ പെയിൻ മാറിയിട്ടില്ല. ഇപ്പൊ വാവനൊക്കെ നമ്മൾ കയ്യിൽ കിടത്തുമ്പോൾ ഭയങ്കര വേദനയാണ് വെച്ചാൽ അത്രയും പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ്ലി കുത്തിക്കൊണ്ടിരിക്കണതെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ ഉറങ്ങി. ഇതൊക്കെ നമ്മൾ മിഡ് നൈറ്റിലാണ് സംഭവിക്കുന്നത്. നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇവര് തുടങ്ങുകയാണ് കുത്തലും കുത്തി വേദനിപ്പിക്കലും ടോർച്ചർ ചെയ്യലും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. ഡോസ് ഓഫ് ആയി പോയി എന്നുള്ളതാണ് സത്യം. ബിക്കോസ് അത്രയ്ക്കും ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു, അത്രയ്ക്കും എനർജി ഉണ്ടായിരുന്നില്ല, വയ്യായിരുന്നു. എനിക്ക് ഉറങ്ങണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം, നമ്മൾ ഇങ്ങനെ ആരെ ബുദ്ധിമുട്ടിക്കാൻ, നമുക്ക് എവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നിർത്തിയത്. അതിനുശേഷം രാവിലെ ആയപ്പോഴത്തേക്കും കിരൺ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും എനിക്ക് കണ്ണൊന്നും തുറക്കാൻ വയ്യ, സംസാരിക്കാനും വയ്യായിരുന്നു. പക്ഷെ അമ്മയൊക്കെ ഭയങ്കര വറീഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേനെ ഫോൺ വിളിച്ചതാ, എന്റെ വാച്ച കേട്ട അമ്മ വിൽ ബി ഫൈൻ. അങ്ങനെ അമ്മ ഒരു കണക്കിന് നമുക്ക് കിരൺ പറഞ്ഞു നിനക്ക് വർത്താനം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. പക്ഷെ എന്റെ ശബ്ദം കേട്ടല്ലോ അമ്മയ്ക്ക് സമാധാനം ആവണം. ബിക്കോസ് അമ്മ പിള്ളേരായിട്ട് ഇരിക്കാൻ ഒട്ടും ഞാൻ അത്രയും ഡൗൺ ഒരു സിറ്റുവേഷൻ ആണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പൊ അമ്മയ്ക്ക് എന്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ അമ്മ ഓക്കെ ആവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ അമ്മനെ വിളിച്ച് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആശ്വാസമായി. ഞാൻ അമ്മയ്ക്ക് ഇന്നലത്തെക്കാളും കുറെ ഭേദമുണ്ട്, കുഴപ്പമില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മയുടെ അടുത്ത് അപ്പ ഐസിയിലെന്ന് പറഞ്ഞില്ല, പിന്നെയാണ് ഐസിയിലെന്ന് അമ്മ ചോദിച്ചു. പിറ്റേ ദിവസം ഐസിയിലാണല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഈ ബ്ലഡ് സാമ്പിൾസും യൂറിനും സ്റ്റൂളും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് 9:30 ആവുമ്പോൾ അവിടെ നമ്മൾ ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ടൈം ഉണ്ടല്ലോ, ലൈക് ദിസ് ഡോക്ടേഴ്സിന്റെ നമ്മളുടെ വീട്ടുകാരുടെ മീറ്റ് ചെയ്യുന്ന ടൈം. അപ്പൊ അവര് പറഞ്ഞു കോളറ പോസിറ്റീവ് ആന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് എവിടെന്നാ നിങ്ങൾ എന്താ കഴിച്ചേ? അപ്പൊ നമ്മൾ പറഞ്ഞു A2Bന്ന് നമ്മള് ഇത് കഴിച്ചതാന്ന് പറഞ്ഞു, മഷ്റൂം നൂഡിൽസ് കഴിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പറഞ്ഞു കോളറ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഐസൊലേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ICUന്റെ ഐസൊലേഷനിലായിരുന്നു ഞാൻ. പിന്നെ അപ്പൊ കിരണ് വരാം, പക്ഷെ തൊടാൻ പാടില്ലായിരുന്നു. അപ്പൊ കോളറ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, നമ്മൾ കോണ്ടാക്ട് വന്നാലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ സാനിറ്റൈസ് ചെയ്താൽ മതി, തൊടണ്ട, എന്നെ കണ്ട് സംസാരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കിരൺ എന്നെ കയറി കാണുമായിരുന്നു. അപ്പൊ കിരൺ കാണുന്ന സമയത്തൊക്കെ എന്നിട്ടാണ് ഞാൻ അമ്മേനെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ അമ്മയ്ക്ക് ഒരു ആശ്വാസം, പിള്ളേർക്ക് ഒരു ആശ്വാസം. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ, അതായത് നമ്മൾ വ്യാഴാഴ്ച രാത്രിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതും. ആ രാത്രി അപ്പൊ തന്നെ ICUയിലോട്ട് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോ തന്നെ ICUന്റെ ഐസൊലേഷനിലേക്ക് മാറ്റി. ഐസൊലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, നമുക്ക് ഫോൺ എടുക്കാൻ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുക. പക്ഷെ ഞാൻ ആ ദിവസം ഫുള്ള് ഉറക്കമായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഉറങ്ങി പോണ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രയ്ക്കും നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് ഫുള്ള് പോയായിരുന്നു. ലിറ്ററലി എന്റെ കൈ ഭയങ്കര ഉണ്ട കൈയാണ്, എന്റെ വിരല് ഭയങ്കര തക്കിള് വരല. അപ്പൊ എനിക്ക് മോതിരം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അതായത് ഞാൻ മോതിരമൊക്കെ ജെൻ സെഷനിൽ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ പണിയിപ്പിക്കും. അങ്ങനെ എല്ലാ മോതിരമൊന്നും എനിക്ക് പാകാവില്ല. ചിലപ്പോൾ എനിക്ക് ലോട്ടറി ആയിട്ട് ചിലപ്പോൾ മോതിരങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ എന്റെ വിരല് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പെൻസിൽ മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ കൈ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. വെള്ളിയാഴ്ച കൈ നോക്കുമ്പോ ഇന്ന് ലിറ്ററലി പെൻസിൽ, അതായത് എല്ല് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. അപ്പൊ ഞാൻ ഓർത്ത് എത്ര ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അത്രയ്ക്കും എന്റെ മുഖത്തിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കണ്ണാടി, നമുക്ക് എണീക്കാൻ പോലും വയ്യല്ലോ. അപ്പൊ ഞാൻ കൈയിന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര സീനായിരുന്നു. എനിക്ക് 2 നമ്മുടെ ഡ്രിപ്സ് ഇങ്ങനെ ഫ്ലൂയിഡ്സ് പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ പെൻസിൽ മാതിരി ആയിക്കോട്ടെ. ഞാൻ ദൈവം ഇതിന്റെ അന്നൊക്കെ നമ്മൾ ഇനി എപ്പോ ഒന്ന് റിക്കവറായി റെഡി ആവേണ്ടത്, അതൊക്കെ ഒരു വലിയൊരു ടാസ്ക് ആണ്. ഹെൽത്ത് നമ്മുടെ ഭയങ്കര ഡാമേജ് ആയി പോകില്ലേ. പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ലക്ഷറി ട്രീറ്റ്മെന്റ് ആയിരുന്നു. ബിക്കോസ് ഐസൊലേഷൻ ആയിരുന്നു, നമുക്ക് TV ഉണ്ടായിരുന്നു, ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവര് നമ്മുടെ ഡോറിന്റെ പുറത്ത് നിൽക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും അവർ ഉള്ളിൽ വരും, അത് ചെയ്തു തരും. പക്ഷെ ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പോയ്സണിങ് സിറ്റുവേഷൻ ആണ്. ബിക്കോസ് നമുക്ക് സ്റ്റൂൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം ഇങ്ങനെ പോവാ. അതിനൊരു അവസാനം ഇല്ല. കുറച്ച് നമുക്ക് ഒരു കംഫർട്ട് ആവില്ല ചിലപ്പോൾ കേൾക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലെ എവറി 1 hour ഒരു അഡൾട്ട് എക്സസൈസ് നാപ്പി ഫുള്ളായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ബെഡ് മാറ്റണം, ഗൗണ് മാറ്റണം, അണ്ടർ പാഡ്സ് മാറ്റണം, ഭയങ്കര സിറ്റുവേഷൻ. ഞാൻ ഇതിനൊരു അവസാനമില്ലേ? ഞാൻ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ വരുന്ന ചോദിക്കും, ഞാൻ ഇതൊന്നും അവസാനിക്കണം. ബിക്കോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേടാ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് വെള്ളം കളയണ മാതിരത്തെ ഒരു സിറ്റുവേഷൻ ആണോ. എനിക്ക് അതിന്റെ അവസാനം സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
നേഴ്സ് നമ്മള് ഒരു ബേബി ഒരു കുട്ടിയും അല്ല, മൈനറും അല്ല, നമ്മളൊരു സീനിയർ സിറ്റിസണും അല്ല, നമ്മളൊരു അഡൾട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ഏജിൽ 35 years ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ നമ്മളെ ക്ലീൻ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. ഈ നേഴ്സുമാര് ശരിക്കും അവരെ, എനിക്ക് ആ സമയത്ത് എൻ്റെ കൂടെ ആ ഒരു ഐസൊലേഷൻ ടൈമിലുണ്ടായിരുന്ന നേഴ്സിനൊക്കെ ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണ്, ഞാൻ സമ്മതിച്ചു. ബട്ട് സ്റ്റിൽ ഒരാളുടെ ക്ലീനിങ് ഒക്കെ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയൊരു മനസ്സാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഞാൻ ആ സമയത്ത് ഉണ്ടായ 2-3 നേഴ്സെന്ന് എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആ ഐസൊലേഷനിൽ എൻ്റെ കൂടെ വെള്ളിയാഴ്ച രാവിലെ തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന നേഴ്സിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയണം. ആസ്റ്റർ ഹോസ്പിറ്റലിലെ ശരിക്കും ലിറ്ററലി ബേബിനെ അതിനാണ് അത് നോക്കിയത്. അവര് ഓരോ പ്രാവശ്യം എനിക്ക് തന്നെ സങ്കടം വരും, എന്റെ ആപ്പി കംപ്ലീറ്റ് നിറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അവര് വന്നിട്ട് ഇത് പൂപ്പ് മുഴുവൻ ക്ലീൻ ചെയ്യുക, നമ്മളെ മുഴുവൻ ഡ്രസ്സ് മാറ്റുക, നമ്മളെ വൈപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിഷമം. എന്റെ ഞാൻ അവസാനം വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കമോഡ് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടേ ഇല്ല, ഇത് ഞങ്ങളുടെ ജോലിയാണ്, മോളങ്ങനെ ചിന്തിക്കേ വേണ്ട. ഞാൻ ഇല്ല, ഞാൻ കമോഡ് പൊക്കോളാം, കമോഡ് പോകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോസ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു എണീക്കാൻ പറ്റും, ബിക്കോസ് എന്റെ BP ഒക്കെ ഡ്രോപ്പ് ആയി പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു ഞാനില്ല, BP അപ്പൊ കുറച്ച് നോർമലായി വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പൊ ഞാൻ ഇല്ല, എനിക്ക് എണീറ്റിരിക്കാൻ വേണ്ടി പറ്റും, നമ്മൾ ആ നോർമൽ ICUലേക്ക് വന്നപ്പോൾ ഞാൻ കമോഡ് പോയതാണെന്നൊക്കെ പറഞ്ഞു. അവര് ഉറപ്പ് പറഞ്ഞിട്ട് എനിക്ക് അവർ കമോഡ് എടുത്ത് തന്നിട്ടാണ് എനിക്ക് വെച്ചാൽ നമ്മളൊരാളിങ്ങനെ പൂപ്പ് ക്ലീൻ ചെയ്യുന്ന പറയുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമുള്ള കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവര് എന്തോ ഒരു 1 hour വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് വരുത്തുന്നില്ല. വേണമെങ്കിൽ അവരവരുടെ ജോലിയല്ലേ അവർ ചെയ്യട്ടെ എന്ന് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തന്നെ അവരെന്നെ ഒരു കണക്കിന് പിടിച്ചേൽപ്പിച്ച് ഞാൻ ഓക്കെ ഒരു കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്നിട്ട് അങ്ങനെ ഞാൻ കമോഡിൽ പോയി. ഇവിടെ കമോഡിൽ പോയി തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് ഈ ഇങ്ങനെ പോണതൊക്കെ ഒന്ന് അവസാനിച്ചത്, ഒന്ന് കുറഞ്ഞത് കേട്ടോ. ഒന്ന് ലിമിറ്റ് കുറച്ച് ഇന്റർവെൽ കിട്ടാം, നമുക്കൊരു 2-3 മണിക്കൂറത്തേക്ക് ബ്രേക്ക് കിട്ടാൻ തുടങ്ങി ഈ നാപ്പിൽ നിന്ന് അറിയില്ല. നാപ്പ് എന്തായാലും അറിയുമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയിൽ കൂടി എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആക്കണം. എനിക്ക് എന്താണെന്നറിയില്ല, പൊട്ടാഷ്യം ലെവൽ അങ്ങറ്റായിരുന്നു. യൂഷ്വലി ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഡ്രോപ്പ് ആയി പോവാറാണ് പതിവ്. പക്ഷെ എനിക്ക് പൊട്ടാഷ്യം കയറി നിൽക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതിന് വേറെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ബോഡിയുടെ പ്രശ്നം, പിന്നെ എനിക്ക് ബ്ലഡ് HB കൗണ്ട് കൂടുതൽ വെച്ചാൽ ഹൈ അല്ലായിരുന്നു, ഒരു ആണുങ്ങളുടെ ഒക്കെ ഒരു റേഞ്ച് വരെ വന്നെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. യൂഷ്വലി അതൊക്കെ നമുക്ക് കുറഞ്ഞു പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ റേഷ്യോന്റെ അത്രയും മരുന്ന് നിൽക്കുന്നത്. എനിക്കതൊക്കെ കൂടുതലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇംബാലൻസ് ആയിപ്പോയി. അത് കുറഞ്ഞു പോകേണ്ട സാധനങ്ങൾ കൂടിയും പോയി, കൂടി നിൽക്കേണ്ട സാധനങ്ങൾ കുറഞ്ഞു പോയി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തെടുത്തെടുത്തെടുത്ത് എനിക്കിങ്ങനെ വയ്യാണ്ടായി എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ എന്റെ ബ്ലഡിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്ലഡ് പെട്ടെന്ന് കട്ട പിടിക്കും, ക്ലോട്ട് ആയി പോകും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ക്യാനുവൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 hours അത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അടുത്ത വെയിനിലേക്ക് മാറ്റി കുത്തേണ്ടി വരും. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ തേഴ്സ്ഡേ രാത്രി ഇട്ടത് ഫ്രൈഡേ രാത്രി അപ്പൊ ബ്ലോക്ക് ആയി. ഇവിടെയാണ് കുത്തിയിരുന്നത്, ലെഫ്റ്റ് കയ്യിൽ ഫുൾ ബ്ലോക്ക് ആയിട്ട് അതുകൊണ്ട് കയറാനില്ലാത്ത അവസ്ഥയിലായി. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാനത് പറഞ്ഞു എന്റെ ബ്ലഡ് പെട്ടെന്ന് അങ്ങനെ ക്ലോട്ട് ആവും, അപ്പൊ അത് അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ബ്ലഡ് തിന്നാവാൻ വേണ്ടിട്ട്, അതായത് ക്ലോട്ട് ആയി പോവാതിരിക്കാണ്ട് പൊക്കിളിന്റെ ചുറ്റും ഇഞ്ചക്ഷൻ. ഞാനിത് ഏത് ജന്മത്തിൽ ചെയ്ത പാവോന്ന് ഓർത്തു ഒരു നിമിഷത്തേക്ക്. നല്ല വേദന എടുക്കും പൊക്കിള് അല്ലെങ്കിൽ നമ്മുടെ മസിൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൊക്കിളാണ് കമ്പാരിറ്റീവ് വേദന കുറവ് കയ്യിനെക്കാളും. കുത്ത് കൊണ്ട് കഴിഞ്ഞൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് ഭയങ്കര വേദനയാണ്. അതാണ് അതിന്റെ സംഭവം. അപ്പൊ എല്ലാ ദിവസവും എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ക്യാനില് പിന്നെ വേറെ കുത്തേണ്ടി വരും. അപ്പൊ ഓൾറെഡി എന്റെ കൈ മുഴുവൻ കുത്തി വെച്ചേക്കുന്നത് ഇനി വേറെ സ്ഥലമൊന്നും ഇല്ല കുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അവരത് എനിക്ക് എല്ലാ ദിവസവും വേറെ ചുറ്റും അത് തരുമായിരുന്നു, ഡിസ്ചാർജ് ആവണ വരെ. എന്റെ പൊന്നോ ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു സാറ്റർഡേ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ ഈ വയറ്റിന്ന് പോണതും എല്ലാം ഒന്ന് ബാക്ക് ടു നോർമലിലേക്ക് പയ്യെ ആയിട്ടുണ്ട്. പയ്യെ അതായത് കളറ് യൂറിൻ കളർ മാതിരി ആയിരുന്നു സ്റ്റൂള് പൊക്കോണ്ടിരുന്നത്. പക്ഷെ അത് അവസാനം നമ്മളുടെ നോർമൽ സ്റ്റൂളിന്റെ കളറിലേക്ക് ആയി ലൈറ്റ് ഈ ഒരു യെല്ലോയിഷ് ബ്രൗണിഷ് കളറില്ല അതിലേക്ക് വന്നു. എന്നാലും വാട്ടറി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞു നമുക്ക് സാറ്റർഡേ വൈകുന്നേരം ആകുമ്പോൾ റൂമിലേക്ക് നമുക്ക് മാറ്റാം, ഇപ്പൊ വലിയ കുഴപ്പമില്ല. അതായത് ബാക്കി കൗണ്ടുകളെല്ലാം
നോർമൽ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പൊട്ടാഷ്യം കൂടി ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി പ്രോബ്ലങ്ങളെല്ലാം അണ്ടർ കൺട്രോൾഡ് ആയി. ക്രിയാറ്റിൻ ലെവലും ആസിഡിക് ലെവലും ഒക്കെ നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒൺലി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇലക്ട്രോള് ORS ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക അതല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. ബിക്കോസ് നമ്മുടെ ബോഡിന്ന് അത്രയും നമ്മൾ പോകുമ്പോൾ നമ്മൾ അത്രയും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു വലിയ ടാസ്ക് ആണ്. എനിക്ക് ഒന്നാമത് ORS ഇലക്ട്രോളും ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷെ എന്റെ ആരോഗ്യമായി പോയി എന്ന് പറയുന്ന അവസ്ഥയില്ലേ, എന്റെ ആരോഗ്യമായിപ്പോണെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ മുതലൊരു ഇലക്ട്രോൾ കുടിക്കാണ്ട് തുടങ്ങിയതാണ്. അവരിങ്ങനെ കുപ്പി കണക്കിന് നമുക്ക് നിറച്ചു തരും, അല്ലെങ്കിൽ മറ്റേ ടെട്രാക്കാൻ തന്നോണ്ടിരിക്കും. അതിന് നമ്മൾ കുടിച്ചോണ്ടിരിക്കും. ഇത് തന്നെയാണ് കയ്യിൽ കൂടെ ഫ്ലൂയിഡ്സ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, ICU ഐസൊലേഷൻ്റെ അകത്തുനിന്ന്. അപ്പൊ അങ്ങനെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോ കിരൺ വന്നു നിൽക്കാൻ വേണ്ടിട്ട്. അപ്പോഴും കുട്ടികളെ ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. വെച്ചാൽ കോളറ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ കംപ്ലീറ്റ്ലി മാറാണ്ട് കുട്ടികളൊന്നും വരണ്ട, ക്ലോസ് കോണ്ടാക്ട് ഒന്നും വേണ്ട. പിള്ളേരെ എന്തായാലും ഒന്നും നമ്മുടെ അടുത്ത് വരും, ഉമ്മ വരും, അപ്പൊ അതിനൊന്നും കൊണ്ടുവരണ്ടെന്നിട്ട് അതുകൊണ്ട് പിള്ളേരും അമ്മേനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല വിസിറ്റേഴ്സ് ആയിട്ട്. അപ്പൊ അങ്ങനെ വന്നു റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴും വയറ് കംപ്ലീറ്റ്ലി ഒന്നും ഓക്കെ ആയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എപ്പോഴും ഓക്കെ. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ 4 to 5 days മേ ബി 7 days ഒക്കെ എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ നമ്മൾ സാറ്റർഡേ എത്തി. സൺഡേ ആയപ്പോഴത്തേക്കും വന്നു. അവരിപ്പോ പറഞ്ഞു കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് പോയാൽ മതി, അതുകൊണ്ട് മൺഡേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൺഡേ ആണ് ആക്ച്വലി എന്നെ ഡിസ്ചാർജ് ചെയ്തത്. അതായത് കഴിഞ്ഞ മൺഡേ ഡിസ്ചാർജ് ചെയ്തെങ്കിലും അവർ പറഞ്ഞു 1 week ഓഫ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബിക്കോസ് ഇത്രയും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടും ഇത്രയും അലമ്പ് സിറ്റുവേഷൻ ആയിട്ടാണല്ലോ നമ്മൾ പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കണം. അപ്പൊ ഞാനവിടുത്തെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കയറിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ നമുക്ക് നല്ല കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ആയിരിക്കും എന്ന് പറയും. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും പോകണില്ല. നമ്മൾ മരുന്നും ആന്റിബയോട്ടിക്സ് ഉണ്ടാകുന്ന മരുന്നും നമ്മുടെ വെള്ളം ORS പോലെ കഴിക്കണം. അയ്യോ, എനിക്ക് എണീറ്റിരിക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഇപ്പൊ ഈ വീഡിയോ ചെയ്യണ സമയത്ത് പോലും ഐ ആം നോട്ട് കംപ്ലീറ്റ്ലി ഫൈൻ. ഞാൻ കറക്റ്റ് 1 week ആയിട്ടുള്ളൂ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട്. ഭയങ്കര ടയേർഡ്നെസ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ ഓക്കെ ആണെങ്കിൽ ഇന്ന് ഞാൻ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഒരു വൈകുന്നേരം വരെ ഞാൻ ഓഫ് ആയിരിക്കും, വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഓൺ ആവുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഡയറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫുഡ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പക്ഷെ കുറച്ച് നാളത്തേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുക. വീട്ടിലാണെങ്കിലും തന്നെ നമ്മൾ ഫ്രഷ്ലി കുക്ക്ഡ് മാത്രം കഴിക്കുക. ഇന്ന് ഉണ്ടാക്കിയത് മാത്രം ഇന്ന് കഴിക്കുക, ഇന്നത്തെ കഴിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വന്നത്. അതിന് 3 days കഴിഞ്ഞെങ്കിൽ റിവ്യൂ ഉണ്ടായിരുന്നു. റിവ്യൂ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മുടി കൊഴിച്ചിലാണ്. നമ്മൾ ഹൈലി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് അത്രയ്ക്കും പറ്റിയിട്ടാണ് നമ്മൾ ചെന്നത്. മുടി പോണെങ്കിൽ ഒരു കൈ കണക്കില്ല. ഞാൻ ഇന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴത്തെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ചേച്ചി മുടിക്കെന്താ ചെയ്യണേ, ഞങ്ങൾക്ക് ദൈവം മുടി മുഴുവനും പോയി. എന്നെ ഹാഫ് മുടി പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ എനിക്കിങ്ങനെ ഹൈബൺ കെട്ടി വെക്കുമ്പോൾ ഇങ്ങനെ തലവേദന എടുക്കുമായിരുന്നു ഇങ്ങനെ വെയിറ്റ് കാരണം. ഇപ്പൊ ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. അത് എന്റെ അപ്പം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മുടി പോയിട്ടുണ്ട്. ഭയങ്കര ഭയാനകമായിട്ടുള്ള മുടി പോകലാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. അപ്പൊ എനിക്ക് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനുള്ള മൾട്ടി വിറ്റമിൻ തന്നിട്ടുണ്ട്. നോക്കാം. എന്റെ ദൈവമേ, അതിന്റെ മുടിനെ അതിനോടൊപ്പം എനിക്ക് യാതൊരു ഇത് ഐഡിയ. ഒന്നാമത് അലോപേഷ്യ എന്നൊക്കെ നമ്മൾ ഒരു കണക്കിന് റിക്കവറായി വന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് സ്വാഭാവികമാണ്. ബിക്കോസ് അത്രയ്ക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് അത്രയും ഡ്രെയിൻ ഓഫ് ആയി പോയത് കൊണ്ട് എന്തായാലും മുടി കൊഴിച്ചിട്ടുണ്ടാവും. അതിന്റെയാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ മരുന്ന് വെച്ചിട്ട് കൺട്രോൾഡ് ആവേണ്ടതാണ് എന്നുണ്ടെങ്കിൽ 2 monthsത്തേക്ക് മരുന്ന് വന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്റെ മുടി സെറ്റ് ആയാൽ മതി. അത്രയ്ക്ക് മുടി നല്ലോണം പോയിട്ടുണ്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അറിയാം വളരെ തിന്നായിപ്പോയി എന്റെ മുടി. പിന്നെ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പയ്യെ ബാക്ക് ടു വർക്ക് ആവാന്ന് ചോദിച്ചോണ്ടിരിക്കുക. ബിക്കോസ് എനിക്ക് അങ്ങനെ അധികം വെറുതെ ഇരിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആരും എന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. നൺ ഓഫ് ദ ബ്രാൻഡ്സ് ആർ ഫോഴ്സിങ് മീ ടു റെസ്യൂം ബാക്ക് ടു വർക്ക്. നൺ ഓഫ് like anyone from my home is also not forcing me to go back to work. Only thing is like എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഞാൻ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഈ ഒരാഴ്ച തന്നെ തല പൊങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ഇരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ മുതല് ഒത്തിരി എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തത്, എവിടെയാണ്, അപ്പൊ എന്ത് പറ്റി. അപ്പൊ പറയുന്നവര് പറയണത് ഐശ്വര്യ എനിക്ക് കണ്ണ് കിട്ടിയതാണ് കേട്ടോ, എനിക്ക് കണ്ണ് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ലൈക്ക് നമ്മുടെ വെരി ക്ലോസ് ഫാമിലി ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും പറയണെന്ന് വെച്ചാല് യു ആർ അപ്ലോഡിങ് ലൈക്ക് ടു മച്ച് ഓൺ സോഷ്യൽ മീഡിയ. മേ ബി എനിക്കറിയില്ല, കണ്ണ് കിട്ടിയതാണ്. നീ ചെയ്യുന്ന പല കാര്യത്തിലും ഡാൻസ് കളിക്കുന്നു, കാറ് ഡ്രൈവ് ചെയ്യുന്നു, ജിമ്മ പോകുന്നു, അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു. ദാറ്റ് മീൻസ് നിനക്ക് കണ്ണ് ഈവിളായി ആണ് നിന്നെ ഇങ്ങനെ കെട്ടിയത്.
അപ്പോ എനിക്കറിയില്ല, പക്ഷെ ഇതിനെക്കാളും കാര്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇവളായി കൊണ്ടു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഹോസ്പിറ്റലാവണേ ഒരു 1 വീക്ക് മുന്നത്തെ ഒരു വീഡിയോയിൽ എന്തോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും someone from ഫോളോവർ ലിസ്റ്റ് വന്നിട്ട് കമന്റ് ചെയ്തു, നിങ്ങൾക്ക് എപ്പോഴും വയ്യാണ്ടാവണതിന്റെ ഒരു റീസൺ യു ആർ ഓൾവേസ് എന്താണ് യു ആർ ഫോക്കസിങ് ഓൺലി ഓൺ നെഗറ്റിവിറ്റി. അതായത് എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ഒന്ന് സ്റ്റോറിയിൽ പറയും, എന്റെ പിള്ളേർക്ക് വയ്യെങ്കിൽ ഞാൻ സ്റ്റോറി പറയും, എന്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ സ്റ്റോറി പറയും, എനിക്ക് വന്നെങ്കിൽ സ്റ്റോറി പറയും. ദാറ്റ് മീൻസ് ലൈക്ക് നിങ്ങൾ നെഗറ്റീവ് വിട്ടിട്ടാണ് നിങ്ങൾ നെഗറ്റീവ് തന്നെ അട്രാക്ട് ചെയ്യണേന്ന്. സോ ഞാനപ്പോ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു, പോസിറ്റീവ് ഇട്ടാ പറയും ഈവിളയാണെന്ന് പറയും, നെഗറ്റീവ് ഇട്ടാ പറയും നെഗറ്റീവ് അട്രാക്ട് ചെയ്യാന്ന് പറയും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ വാസ് ലൈക്ക് വെരി കൺഫ്യൂസ്ഡ് മോഡ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാത്തത്. അതായത് ഞാൻ എന്താണെന്നോ എവിടെയാണെന്നോ എന്ത് പറ്റിയെന്നോ, അതായത് ഇപ്പൊ ഞാൻ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇത്രയും കൈയിന്റെ ഒക്കെ ഇങ്ങനെ പൊട്ടിയ ഇതിലേക്ക് ഇത്രയും കുത്ത് കൊണ്ടിട്ട് നിറച്ച് മാർക്സ് വന്നപ്പോ ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കുക കിരൺ അപ്പൊ തന്നെ ഇനി ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനായിരുന്നു. ഞാൻ ഇത് എനിക്ക് കാണാനാണ് മനുഷ്യർ എന്തൊരു പാടുന്നത് എനിക്കൊന്ന് കാണണ്ടേ. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിൽ എനിക്കൊന്നും കിരണം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പോയിന്റിൽ നമ്മളിപ്പോ എന്താണ് നമുക്ക് വിശ്വസിക്കുന്നത്, എന്താണ് നമ്മൾ വിശ്വസിക്കാതിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഒന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അതായത് ഞാൻ ചിലപ്പോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് കൊണ്ട് ഈവിളായി കൊണ്ടാണെന്ന് പറയുമ്പോ ഇനിയിപ്പോ ഒന്നും ഇടണ്ട, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കിരണ്ട അമ്മയൊക്കെ ഓൾറെഡി വിളിച്ച് പറഞ്ഞു, ഇനി കിരണ്ട കാര്യം കാണിക്കണ്ട, പിള്ളേരുടെ കാര്യം കാണിക്കണ്ട, നിങ്ങൾ പുറത്തു പോണ കാര്യങ്ങൾ കാണിക്കണ്ട, ജസ്റ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി, ഇത് കണ്ണ് കാണുന്നതാണ് ഐശ്വര്യ. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാണ്, അമ്മേനൊന്നും നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ശരിയാണ്. എനിക്കും ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ജാനുവരിയിൽ ഞാൻ ആക്സിഡന്റ് ആയിട്ട് എന്റെ കാല് ശരിയാണ് മുന്നേ ഞാൻ ICUലായി. അപ്പൊ അവരും ഓർക്കണുണ്ടാവും ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നോ ഞാൻ ചെയ്യണ കാര്യമൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഒത്തിരി ആൾക്കാർക്ക് ഇൻസ്പയർഡ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചേച്ചി ഭയങ്കര ഇൻസ്പയർഡ് ആണ്, ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആണ്, മോട്ടിവേറ്റിംഗ് ആണെന്ന് എത്ര പേര് പറയും. അത് പറയാണ്ട് ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്ക്, അവളുടെ ഒരു മുടി, അവളുടെ ഒരു വണ്ടി ഓടിക്കൽ, അവളുടെ ഒരു ജിമ്മി പോക്ക്, അവളുടെ ഒരു കാർ ഓടിക്കൽ, ഇങ്ങനെ ഉള്ളിലെ എത്ര നെഗറ്റീവ് കാരണം കൊണ്ട് നമ്മൾ നോക്കുന്ന കുറെ പേരുണ്ടാവില്ലേ. അപ്പൊ നമ്മളോട് എന്താ പറയാ, സ്നേഹമുള്ള ആൾക്കാരാണ് ഒബ്വിയസ്ലി ഭയങ്കര സ്നേഹത്തോടെ വന്നിട്ട് നമ്മൾ പോസിറ്റീവ് കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ ഒരു പോയിന്റ് വരെ അവർക്ക് പോസിറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കും ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ രണ്ടിന്റെയും ഇടയിൽ ഒരു കൂട്ടരുണ്ട്, ഇതൊന്നും മിണ്ടാതെ കമന്റ് ചെയ്യാണ്ട് അവർ തന്നെ അവരുടെ സിറ്റുവേഷൻ മേ ബി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വളരെ നമ്മളൊരു ഈവിളായി ഓടെ തന്നെ നമ്മളെ നോക്കി സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് അത് അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അമ്മയില്ല ഇതെന്റെ ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വെച്ചാൽ അമ്മ കാണാണ് അമ്മയുടെ മക്കള് കിടന്നത് സഫർ ചെയ്യുന്നത്. സോ നമുക്ക് അമ്മ പറയണ അമ്മന് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ശരി അമ്മ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഈ കമന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ഞാൻ എന്റെ അസുഖങ്ങളെ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നടക്കുന്ന, അതായത് ഈ അസുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമായിട്ടാണ്. എത്ര പേര് 100% ഹെൽത്തി ആയിട്ട് ഒരു വർഷം ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളുള്ള വീട്ടിൽ എത്ര പേർക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ഒൺലി തിങ് ഞാൻ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ അറിയുന്നു എന്നല്ലാണ്ട് ഇതൊക്കെ നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് വയ്യാണ്ടാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് വയ്യാണ്ടാവുന്നതും നമുക്ക് വയ്യാണ്ടാവുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ അറിയുന്നത്. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ നെഗറ്റീവ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് മിണ്ടാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനും എനിക്കൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയ ഒരാളാണ്. അപ്പൊ എല്ലാത്തിനും എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഷെയർ ചെയ്യണേനും ഷെയർ ചെയ്യാതിരിക്കണേനും എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നിട്ട് ഓർത്തു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒന്നും പറയണ്ടേ, ഒന്നും മിണ്ടണ്ടേ, ഒന്നും അപ്ഡേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ എന്നാ ശരിയാണ് അങ്ങനെ ചെയ്യാം. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ഇന്നലെ കൂടി മെസ്സേജ് അയച്ചു, ഐശ്വര്യ എന്താ പറ്റിയത്, ഐ ഓക്കെ, എന്താണെങ്കിലും മിണ്ടാതിരിക്കുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും ഒന്നുമില്ലേ ഒന്ന് കഥയെങ്കിലും പറഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്ക് കഥയൊന്നും പറയാത്തത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ അതും പറ്റിയില്ല. പിന്നെ അതിനിടെ കിരണിന്റെ അമ്മൂമ്മ മമ്മി പെട്ടെന്ന് മരിച്ചു. മമ്മി കുറച്ച് ദിവസം വയ്യാണ്ടിരിക്കുകയായിരുന്നു. മമ്മി ഒന്ന് വീണിട്ട് മമ്മിക്ക് ഇത്തിരി സീരിയസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മമ്മിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. ബിക്കോസ് കിരണാണ് ചെല്ലേണ്ടത്, കിരണാണ് മെയിനായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കും കൺഫ്യൂഷൻ ആയി. പിന്നെ ഞാനൊന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വരെ മമ്മിയും കിടന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ മൊത്തത്തില് കുറച്ച് നാളായിട്ട് വി വർ ഗോയിങ് ത്രൂ വെരി ബാഡ് ഫേസ്. അപ്പൊ
എന്ത് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടാൽ എന്തിനാ ഈ വീഡിയോ ഇട്ടെന്ന് ഞാൻ ചോദിക്കാം. പക്ഷെ നമ്മളുടെ ഒരു കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരോട് എനിക്ക് കുറച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത ഇല്ലേ, അതാണ് സത്യം. പിന്നെ ഞാനും ഇപ്പൊ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു എനർജിയിലോട്ടൊന്നും ആയിട്ടില്ല. ടയേർഡ്നെസ് ഉണ്ട്, എന്നാലും മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് വീക്ക് കേട്ടോ, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടി വർക്കിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി അങ്ങനെ റിക്കവർ ആവണമായിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെ എന്നെ പയ്യെ ഈ വീക്ക് ഞാൻ പയ്യെ റെസ്യൂം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല, എനിക്കിപ്പോ കണ്ടന്റ് ഇടാണെങ്കിൽ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിനടുത്ത് ഇൻസ്റ്റാഗ്രാമിനടുത്ത് യൂട്യൂബിലോട്ട് ഇടാം. പക്ഷെ എന്റെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ ഞാൻ പയ്യെ ഇങ്ങനെ വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ ഇന്ന് സ്റ്റുഡിയോയിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ കാണാതിരുന്നത്. ഇത് കുറെ ചില ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചു എന്താണ് വീഡിയോ ഇടാതെ, എന്ത് പറ്റി, എന്താണ് ബ്രേക്ക്, ബിക്കോസ് ഞാനൊന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും ഒന്ന് ചോദിക്കുന്നത്. കുറെ പേര് വറീഡ് ആയിരുന്നു, വേർ ആർ യു, ജസ്റ്റ് ഷോ യുവർ ഫേസ്, സ്റ്റോറിയിൽ എന്താ വരാത്ത. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആൾക്കാർ ഞാൻ സ്ഥിരം സ്റ്റോറി ഇടുന്ന ആളാണ്. സ്ഥിരം ഇങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എൻഡ് ഓഫ് ദി ഡേ വന്നിട്ട് ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതായിരുന്നു സിറ്റുവേഷൻ. നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റോറി വന്നൊന്നും സംസാരിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റോറി പറയാത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറിയിൽ ഞാൻ സിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളുടെ ആൾക്കാരുടെ സ്നേഹം തന്നെയാണ്, വേറൊന്നുമല്ല. ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കും, ചിലപ്പോൾ ചില ആൾക്കാരുടെ നമ്പറോട് വിളിക്കും. എനിക്ക് സത്യം എനിക്ക് DM നോക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു, ശാരീരിക അവസ്ഥയിലല്ലായിരുന്നു. കോള് ഞാൻ എന്റെ ചേച്ചി വിളിച്ചാൽ പോലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്ത സമയമായിരുന്നു, ബിക്കോസ് എനിക്ക് സംസാരിക്കാൻ വയ്യ, അതാണ് സത്യം. അപ്പൊ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലൈസ് അല്ലെങ്കിൽ ഐ എം സിക്ക് അല്ലെങ്കിൽ ഐ ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി DM നിറച്ച് വരും. സ്നേഹം കൊണ്ട് മാത്രമാണ്, അതെനിക്ക് 100% എനിക്ക് മനസ്സിലാണ്. പക്ഷെ അതെനിക്ക് നോക്കാനോ അല്ലെങ്കിൽ അതൊന്ന് നോക്കി റിപ്ലൈ ചെയ്യാനോ ഉള്ള ഒരു സിറ്റുവേഷനിലല്ല. ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി ഡൗൺ. ബിക്കോസ് നമ്മൾ ചില പോയിന്റിൽ നമുക്ക് ഭയങ്കര സാഡായിട്ട് തോന്നും. ബിക്കോസ് നമ്മളൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെ പോസിറ്റീവായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഒരു വർഷം തുടങ്ങുമ്പോൾ. പക്ഷെ നമ്മൾ വർഷം തുടങ്ങിയ ഒരു മാസം ജനുവരി എൻഡ് ആവണേ മുന്നേ ചെറിയ ആക്സിഡന്റ് ആയി കാലിപ്പോഴും ശരിയായിട്ടില്ല, ഞാൻ നാളെ മുതൽ ഫിസിയോതെറാപ്പിക്ക് പോകണം, അതൊന്ന് റിക്കവർ ആവണേ മുന്നേ അടുത്ത കാര്യം വന്നു. അപ്പൊ നമ്മളും മെന്റലി ഡൗൺ ആയി പോവാണ് ചില പോയിന്റിൽ. അപ്പൊ ഓർത്ത് എനിക്ക് വയ്യ. അപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴത്തേക്കും അയ്യോ നിന്റെ കാല് ശരിയായി, അപ്പൊ ഇവിടെ കാല് ശരിയായില്ല, അയ്യോ കുനുമേ കുരുവായല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ കുനുമേ കുരു ഇടിവിട്ട് ഏറ്റവും തലയിൽ പാമ്പ് അടിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈവൻ സാധാരണ സത്യം, പക്ഷെ നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മെന്റലി ഡൗൺ ആയിപ്പോവും. ഇതിപ്പോ എന്തൊരു കഷ്ട എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതാ അല്ല കഷ്ടമാണ് നമ്മുടെ സിറ്റുവേഷൻ. അല്ലെങ്കിൽ 28 തലയിലാണ് നമ്മൾ പാമ്പ് അടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ കുനുമേ കുരുവായിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും നമ്മളുടെ ഉള്ള എനർജി, നമ്മൾ കഷ്ടപ്പെട്ട് ഗെയിൻ ചെയ്തുകൊണ്ടുവന്ന എനർജി ഡ്രെയിൻ ഓഫ് ആവണ മാതിരിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് വരെ അറിയുള്ളൂ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. മേ ബി പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിലെ കുറച്ച് ഫ്രണ്ട്സിന് അറിയാം, അനുവിനറിയാം, ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ 3-4 പേര്, അങ്ങനെ അറിയാം. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്, എന്റെ എല്ലാ ഫ്രണ്ട്സിനൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ആകെ കുറച്ച് വളരെ ക്ലോസ് സർക്കിളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുമുള്ളൂ ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞാനങ്ങനെ കൂടുതലും അത് പറയാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയാ ഒന്ന് എനർജി ഒക്കെ ഗെയിൻ ചെയ്ത് ബാക്ക് ടു ആവാലോ എന്ന് വിചാരിക്കുമ്പോൾ അയ്യോടി കഷ്ടമായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ കഷ്ടമായിപ്പോയി, ശരിയാണ് ലിറ്ററലി കഷ്ടമായിപ്പോയി, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക്. അപ്പൊ നമ്മൾ വീണ്ടും ഡൗൺ ആയി. അപ്പൊ നമ്മളിങ്ങനെ 2-3 പേരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കില്ലേ എന്താണ് എനിക്കിങ്ങനെ പറ്റണേ, എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രോബ്ലം വരുന്നത്, എന്റെ സമയത്തിന്റെ വല്ല ദോഷമാണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കുക, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്ത് വരും, അങ്ങനത്തെ ഒരു പേടി ഇപ്പൊ എന്റെ മനസ്സിലുണ്ട് കേട്ടോ. ബിക്കോസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് 2 കാര്യങ്ങൾ നടന്നത് കൊണ്ടും രണ്ടും അത്ര സിമ്പിൾ അല്ലാണ്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റാത്ത കാര്യമായതുകൊണ്ടും എനിക്കൊരു പേടിയുണ്ട്. ഇങ്ങനെ ഇതൊന്ന് റിക്കവർ ആയിട്ട് ഇനി വേറെ വരുമോ, പക്ഷെ അത് നമുക്കൊരു പേടി തന്നെയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വർഷം തുടങ്ങി നമ്മൾ വളരെ പോസിറ്റീവായിട്ട് 2-3 ആഴ്ച ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചിട്ട് മാതിരി ഇപ്പൊ ഞാൻ ഇന്നലെ കിരണെടുത്ത് പറഞ്ഞു സത്യമാണെങ്കിൽ പുറത്തോട്ടൊന്ന് പോകണം എന്നുണ്ട്, ജസ്റ്റ് ഫോർ ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 25-ാം തീയതി, അതായത് ജനുവരി 25-ാം തീയതി ഞാൻ ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയതിനു ശേഷം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല.
ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകും, ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നല്ലാതെ നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഒന്ന് നമ്മൾ പോയിട്ട് 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ കൂടുതൽ. കറങ്ങാനുള്ള സ്ഥലമൊന്നും ബാംഗ്ലൂരൊന്നും ഇല്ല. എന്നാൽ കറങ്ങാനുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കാനുള്ള സിറ്റുവേഷനിലേക്ക് ഞാൻ വന്നിട്ടില്ല. ബട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കാരണം ഇവിടെ മോനൊക്കെ ഇച്ചിരി തൊണ്ട വേദന, ചെറിയ കോൾഡൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ അത് ഇനി കൂടുവോ, അതൊക്കെ നമ്മുടെ പേടി. ഇപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ കാരണം നമ്മൾ ഇനി ഇനി വേറെ എന്തെങ്കിലും വരുമോ, ഇങ്ങനത്തെ ഒരു പെണ്ണി ഇനി അത് വാങ്ങാനുള്ള ശക്തി എനിക്കില്ല, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് കാരണം മൊത്തത്തിൽ എന്നെ ഇങ്ങനെ വീട്ടിലൊക്കെ കെട്ടിയിട്ടൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ അവസ്ഥ. ഇപ്പൊ കുറച്ച് ആൾക്കാർ തന്നെ നമ്മൾ മിണ്ടാണ്ട് ഇങ്ങനെ കുഷ്മോട് നോക്കുന്ന ആൾക്കാർ നന്നായി ഇപ്പോഴും നിനക്ക് അത് തന്നെ വേണം, അതിന് മുടി ഒന്നും പോയാൽ പറ്റില്ലെങ്കിൽ മുടി മൊട്ടയാണോ എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. നിനക്ക് കുറച്ച് ഇതെങ്കിലും ഇപ്പൊ കൂടുതലാണെന്നൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊക്കെ സന്തോഷമായി വിചാരിക്കുന്നു, അല്ലാണ്ട് ഞാനെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ എന്റെ കറണ്ട് സിറ്റുവേഷൻ. അപ്പൊ ഒന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യണം തോന്നി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, മെസ്സേജും DM ഒക്കെ വന്നോണ്ടിരിക്കണം, എന്ത് വെച്ച് വീഡിയോ ഇല്ലാത്ത, എന്താ പറ്റിയത്, വാട്ട് ഇസ് യുവർ പ്രോബ്ലം, എല്ലാം ഓക്കെ. അപ്പൊ കിരണും ഇന്നലെയാണ് നാട്ടിൽ പോയിട്ട് വന്നത്, മമ്മിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. നമുക്കും പോകാൻ പറ്റില്ല വെച്ചാൽ മമ്മി നമ്മൾ കൊച്ചുമക്കളാണല്ലോ, അപ്പൊ നമുക്കും ഒന്നും പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് ആയി എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഞാൻ മതിലൊക്കെ പിടിച്ചിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കൊണ്ട് ഇന്നലെ തൊട്ട് കുറച്ച്, ഇന്നലെ മെനിഞ്ഞാന്ന് തൊട്ടിട്ടാണ് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നത്. അത്രയും നമ്മൾ വയ്യാണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കിരണും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടി പോണതുകൊണ്ടാണ് ഒരു വിധത്തിലുമുള്ള അപ്ഡേറ്റുകൾ ഞാൻ ചെയ്യാത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലായെങ്കിൽ പ്ലീസ് കീപ് മീ ഇൻ യുവർ പ്രയർ, കീപ് മൈ ഫാമിലി ഇൻ യുവർ പ്രയേഴ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ പയ്യെ വീഡിയോ ആയിട്ട് വരാം. വ്ളോഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യാണ്, ഞാനൊന്ന് ആക്റ്റീവായി. ഞാൻ ഈ വർക്കിലേക്ക് വന്നാലേ എൻ്റെ ഈ ഒരു എന്താ ഡൗൺ ആയിട്ടിരിക്കുന്ന ഭയങ്കര മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എനിക്കൊന്ന് പൊങ്ങി വരാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി പോണത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഞങ്ങളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, ഓക്കെ ഞങ്ങൾക്ക് ചേച്ചിയുടെ ഹെൽത്താണ് വലുത്, ചേച്ചി എപ്പോൾ ഓക്കെ ആവുന്ന അപ്പൊ ജോലിയിലേക്ക് വന്നാൽ മതി എന്നാണ് മെജോറിറ്റി ആൾക്കാർ കമന്റ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് ഇത്രയും നാളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ആഷ് ഫാം മെമ്പേഴ്സ്. പക്ഷെ ഞാനൊന്ന് മെന്റലിയും ഒന്ന് ഓക്കെ ആണ്. മെന്റലി ഞാൻ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. ബിക്കോസ് എനിക്ക് നമ്മളെ ബാക്ക് ടു ബാക്ക് ഓരോന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയി പോണ സിറ്റുവേഷൻ ആണ്. പക്ഷെ എനിക്ക് എന്നെ ഒന്ന് പൊക്കിയെടുക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻഗേജഡ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് പോകും. അതാണ് എൻ്റെ പ്രശ്നം. സോ എന്നാലും നമ്മളുടെ റെഗുലർ 3 day അപ്ലോഡ് അല്ലെങ്കിൽ 7 day ഷോർട്സ് അപ്ലോഡ് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഓക്കെ ആവുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ ഇന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പയ്യെ കണ്ടന്റ് ഇടാം. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐ എം പയ്യെ ബൗൺസ് ബാക്ക് ടു മൈ വർക്ക് കേട്ടോ. അപ്പൊ എന്തായാലും എന്നെ കാണാണ്ടായപ്പോൾ മെസ്സേജ് ഒത്തിരി ആൾക്കാർക്ക് ഐ ലവ് യു സോ മച്ച്. എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ കൂടി ഇറ്റ്സ് ഓക്കെ, എപ്പോഴാണ് കംഫർട്ടബിൾ അപ്പോഴാണ് വന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ 1000 താങ്ക്സ്. നിങ്ങൾക്ക് അറിയാം എന്റെ അവസ്ഥ എന്താണ്. അപ്പൊ അതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. സോ ദാറ്റ് പയ്യെ എനിക്ക് ബാക്ക് ടു വർക്ക് ആവണമെന്നുണ്ട്. എന്റെ കാലിനെ പറ്റി ചോദിക്കണമെങ്കിൽ കാലിപ്പോൾ ഓക്കെ ആയിട്ടല്ല. എനിക്ക് ഇനിയും ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് അതിന് പോകാം, ഒന്നും പറയണ്ട, മൊത്തത്തിൽ കൊള്ളാം. അപ്പൊ അതാണ് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്. അതെ, ഐസിയുലായിരുന്നു ലൈഫ് അപ്ഡേറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഹെൽത്ത് വൈസ് ഫുഡൊക്കെ കഴിക്കാം, ഫുഡ് റെസ്ട്രിക്ഷൻ ഇല്ല, ഫുഡ് നല്ല വിശപ്പുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ORS കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 weeksത്തേക്ക് ORS ഒന്നും നിർത്താൻ പാടില്ല. അപ്പൊ വെള്ളം കുടിക്കണം, ORS കുടിക്കുകയാണ്, റെസ്റ്റ് ആണ്, അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അതാണ് അപ്ഡേറ്റ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ചാ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ദൈവം സഹിച്ച് ഈ വർഷം ഇനിയെങ്കിലും അങ്ങോട്ട് ഓക്കെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂസ് ഒന്നും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ അമ്മേ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും വലിയ ലോങ് വീഡിയോ കേട്ടോണ്ടെന്ന് എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു, ടാറ്റ, ബൈ ബൈ.